بسم الله الرحمن الرحيم. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1592 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 7ാമത്തെ ആയത്താണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. صدق الله العلي العظيم. സൂറത്തു സുമറിലെ 7ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തു സുമറിന്റെ പഠനം 1-2 ദിവസമായിട്ട് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നലെ 3 മുതൽ 6 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠന വിധേയമാക്കി. ആ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരണങ്ങൾ കൂടി നൽകപ്പെടാൻ ബാക്കിയുണ്ട്. അതിനെ തുടർന്ന് 7ാമത്തെ ആയത്തും നമ്മൾ ഇന്ന് പഠന വിധേയമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് പരിഗണിക്കാം. ഞാൻ ആ ഭാഗം ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അതിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ. അല്ലാഹു ഒരു പുത്രനെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ താൻ ഉദ്ദേശിച്ച തന്റെ സൃഷ്ടിജാലങ്ങളിൽ ഒന്നിനെ അങ്ങനെ പുത്രനായിട്ട് അവൻ സ്വീകരിക്കുമായിരുന്നു. സുബ്ഹാനഹു. പക്ഷെ അതൊന്നും വേണ്ടതില്ലാത്ത വിധത്തില് അന്യൂനനാണ് അല്ലാഹു. അവന്റെ വിശുദ്ധി, അവന്റെ പരിശുദ്ധി അത്തരം ചാപല്യങ്ങൾക്കൊക്കെ അതീതമാണ്. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവനാണ് അല്ലാഹു, ഏകനാണവൻ. ഏകത്വം എന്നതാണ് അവന്റെ സത്ത. അവൻ എല്ലാറ്റിന്റെ മേലും സമഗ്രമായി നിയന്ത്രണമുള്ള, ആധിപത്യമുള്ള ഖഹാറാണ്. ഈ 2 പ്രത്യേകതകളും നിലനിൽക്കുവോളം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രൻ എന്നത് സാധ്യമേ അല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അവന്റെ ഏകത്വം എന്ന സത്തയോട് യോജിക്കുന്ന ഒരു സംഗതിയല്ല ഒരു പുത്രൻ ഉണ്ടാവുക എന്നത്. അത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഏകത്വം എന്ന അടിസ്ഥാന സത്ത, അങ്ങനെ ഏകത്വമുള്ള ഒരുവൻ എന്ന അവസ്ഥയിലിരിക്കുമ്പോൾ അവനൊരു പുത്രൻ ഉണ്ടാവുക, ഒരു ഇണ ഉണ്ടാവുക, അവരെ ആശ്രയിക്കേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള സംഗതികൾ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഏകത്വം, അവൻ വാഹിദാണ് എന്നതാണ് അതിനുള്ള അടിസ്ഥാനപരമായ കാരണം. അതേപോലെ അവൻ ഖഹാറുമാണ്. സകലതിന്റെയും മേൽ സമ്പൂർണമായ അധികാരവും നിയന്ത്രണവുമുള്ള അവന്റെ സ്വേച്ഛ എല്ലാറ്റിന്റെ മേലും
വളരെ ശക്തമായ വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നവനായ ശക്തിയാണ് അല്ലാഹു. അവൻ ഖഹാറായിരിക്കുമ്പോൾ അവനൊരു പുത്രൻ ഉണ്ടാവുക എന്നത് വളരെ അപഹാസ്യമായ ഒരു സംഗതിയാണ്, സാധിക്കില്ല. അവന്റെ ഏകത്വത്തിനും അവന്റെ ഖഹാർ എന്ന ആ അവസ്ഥക്കും യോജിക്കുന്ന ഒരു സംഗതിയേ അല്ല ഒരു പുത്രൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പുത്രനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. പുത്രൻ ഉണ്ടാവുക എന്നത് തന്നെ ഇമ്പോസിബിൾ ആണ്. അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് അറിയുന്ന, സത്തയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ്. അള്ളാഹു എന്ന അടിസ്ഥാന സത്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അള്ളാഹു എന്ന അടിസ്ഥാന സത്യം ഇല്ലെങ്കിൽ ഈ ആകാശവും ഭൂമിയും ഒന്നുമില്ല. ഈ വിധത്തിൽ അവയെ സൃഷ്ടിക്കാനും സാധ്യമല്ല. അത് അള്ളാഹു എന്ന ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. യുകവ്വിറു ലൈല അലൻ നഹാരി വ യുകവ്വിറു നഹാറ അലൽ ലൈൽ. അവൻ രാവിനെ പകലിന്റെ മേൽ ചുറ്റിയെടുക്കുന്നു, പകലിനെ രാവിന്റെ മേലും ചുറ്റിയെടുക്കുന്നു. അത് അവയുടെ മേലുള്ള അള്ളാഹുവിന്റെ സമ്പൂർണമായ നിയന്ത്രണവും ആധിപത്യവും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രാപ്പകലുകൾ മാറി മാറി വരുന്നു എന്നത് പതിറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തുടക്കം മുതൽ ഇന്ന് വരെ വലിയ കൗതുകമുണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ നമുക്ക്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരും നിയന്ത്രിച്ചത് കൊണ്ടല്ല രാവും പകലും ഉണ്ടായി വരുന്നത്. രാവ് പകലിനെ ചുറ്റി പൊതിയുന്നത് നമ്മളുടെ ആസൂത്രണത്തിന്റെ ഫലമല്ല. ലോകത്ത് ഇന്നുവരെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ശാസ്ത്രജ്ഞനും ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയതല്ല അങ്ങനെ ഒരു സംവിധാനം. അവരൊക്കെ പിറവിയെടുക്കുന്നതിന്റെ എത്രയോ മുന്നേ ഈ പ്രതിഭാസം ഇവിടെ പ്രവർത്തനക്ഷമമാണ്. അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുമാണ്. വസഖറ ശംസ വൽ ഖമർ. സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തി വച്ചിരിക്കുന്നു. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ. എല്ലാം അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കുക എന്ന വിധത്തില് അവയെ അള്ളാഹു ക്രമീകരിച്ച് വിധേയപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിന്റെ പിന്നിലെ കൃത്യമായ ആസൂത്രണം, കൃത്യമായ ഒരു വ്യവസ്ഥപ്പെടുത്തല് ദൈവികമായി നിർവഹിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ ദാർശനികർക്കോ ഒന്നും തന്നെ ആ സംവിധാനങ്ങൾ ആ വിധത്തില് ക്രമീകരിച്ചതില് യാതൊരുവിധ പങ്കുമില്ല. അലാഹുവൽ അസീസുൽ ഗഫാർ. അറിയുക, അവനാണ് ഏറ്റവും അജയ്യനായവനും അതുപോലെ ഏറ്റവുമേറെ പുറത്തു കൊടുക്കുന്നവൻ. അവന്റെ അജയ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ മഗ്ഫിറത്ത് തേടുന്ന ഏത് മനുഷ്യനും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ഉദാരതയും അതിന്റെ പരിമളവും അനുഭവിക്കും തീർച്ചയായിട്ടും. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. എന്നിട്ട് ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ അവസാനത്തെ ആയത്ത്, നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഒരൊറ്റ വ്യക്തിയിൽ നിന്ന്, ഒരൊറ്റ നഫ്സിൽ നിന്ന്. ഒരേ ഒരു അസ്തിത്വത്തിൽ നിന്നാണ് നിങ്ങൾക്ക് അവൻ സ്വത്വം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത് ആ ഒരേ ഒരു നഫ്സിൽ നിന്നായിട്ടാണ്. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ആ നഫ്സിന് എന്ത് പേര് വിളിച്ചാലും മനുഷ്യൻ എന്ന ഒരു സ്വത്വം അള്ളാഹു ഉണ്ടാക്കിയിട്ട് ആ സ്വത്വത്തിൽ നിന്നായാണ് സുമ്മ ജഅല മിൻഹാ സൗജഹ, അവന്റെ ഇണയെ അവൻ സൃഷ്ടിച്ചത്. വ അൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജ്. അപ്പൊ ഒരു സ്വത്വത്തെ, മനുഷ്യൻ എന്ന ഒരു സ്വത്വത്തെ സൃഷ്ടിച്ച് അതിൽ നിന്ന്
അവന്റെ ഇണയെയും സൃഷ്ടിച്ച് അങ്ങനെയാണ് അവൻ നിങ്ങളെയൊക്കെയും തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വിധത്തില് മനുഷ്യന്റെ ഉത്ഭവവും വളർച്ചയും അല്ലെങ്കിൽ നൈരന്തര്യവും ആസൂത്രണം ചെയ്തത് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരോ ദാർശനികന്മാരോ ഒന്നുമല്ല. ആ വിധത്തില് അതിനെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് സ്രഷ്ടാവായ അള്ളാഹുവാണ് എന്നാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ആളുകൾ പലപ്പോഴും ശാസ്ത്രത്തിന്റെ പുറകെ പോകുമ്പോൾ ചിന്താപരമായ വലിയ ആശയക്കുഴപ്പത്തിന്റെ കൂടി ആളുകളായി മാറാറുണ്ട്. ശാസ്ത്രം പല വെളിപ്പെടുത്തലുകളും നടത്തുമ്പോൾ അവരുടെ ഒരു തെറ്റിദ്ധാരണ ഇതൊക്കെ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്, ശാസ്ത്രമാണ് ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല. അത് മഹാബദ്ധമായ ഒരു ധാരണയാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിനും കാതിനും നമ്മുടെ സ്പർശനത്തിനും നമ്മുടെ രുചി അറിയലിനും ഒക്കെ ഒരുപാട് കരുത്തു കൂട്ടിയ ഒരവസ്ഥ എന്നേ അതിനുള്ളൂ അർത്ഥം. ഞാൻ കാണുന്നതിനേക്കാൾ കാണാൻ കഴിയുന്ന, ഞാൻ കേൾക്കുന്നതിനേക്കാൾ കേൾക്കാൻ കഴിയുന്ന, ഞാൻ രുചിച്ചറിയുന്നതിനേക്കാൾ അറിയാൻ കഴിയുന്ന, ഞാൻ സ്പർശിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളോട് കൂടിയുള്ള കുറച്ച് ആളുകൾ, അത്രേ ശാസ്ത്രം എന്നതിന് അർത്ഥമുള്ളൂ. അവരൊരിക്കലും തന്നെ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ആസൂത്രകരോ അതിനെ വ്യവസ്ഥപ്പെടുത്തിയ ആളുകളോ ആവുന്നില്ല. ശാസ്ത്രം എന്നത് അത്രയേ ഉള്ളൂ. അത് നമ്മളിലൊക്കെ ഉണ്ട്. നമ്മളിലൊക്കെ ചില മേഖലകളില് ഇത് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചില ആളുകളുടെ കച്ചവടത്തിലൊക്കെ ഉള്ള സാമർഥ്യം നമ്മൾ കണ്ടിട്ടില്ലേ? റിയൽ എസ്റ്റേറ്റ് ഡീലൊക്കെ നടത്തുമ്പോൾ ചില ആളുകൾക്ക് അത്യസാധാരണമായ സ്കില്ലാണ് അതിൽ. വേറെ ചിലർക്ക് വേറെ ചില സംഗതികളിലായിരിക്കും സ്കിൽ ഉണ്ടാവുക. ഇവരിലൊക്കെ തന്നെയും ദൈവികമായി നൽകപ്പെട്ട പല കഴിവുകളും സിദ്ധികളും ഒക്കെ ഉണ്ടാവും. ചിലരിൽ അത് വളരെ കൂടുതലുണ്ടാവും, ചിലർക്ക് അത് വളരെ ഇളം പ്രായത്തിൽ തന്നെ പ്രകടമാകും. ഇതൊക്കെ അള്ളാഹു അവർക്ക് നൽകിയ ചില കഴിവുകൾ മാത്രമാണ്. അതിന്റെ അർത്ഥം അവരാണ് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യം നിർവഹിക്കുന്നു എന്നതിന്റെ പേരിൽ ഈ പ്രപഞ്ചത്തിന്റെ ആസൂത്രകരായിട്ട് അവരാണ്, അതിനെ വ്യവസ്ഥപ്പെടുത്തുന്നത് അവരാണ് എന്നാരും ധരിക്കേണ്ടതില്ല. അത് തീർത്തും ഒരു തെറ്റിദ്ധാരണയാണ്. ശാസ്ത്രമാണ് അത് ചെയ്തത്, ശാസ്ത്രമാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിടെ ചെയ്തു വെച്ചതിനെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ഒക്കെ മാത്രമാണ് ശാസ്ത്രം ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അവര് സ്വന്തമായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാര് ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു വെച്ച സംഗതികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു, വിശദീകരിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു. ഇത്രയേ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങള് ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്നായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻഹാ സൗജഹ, ആ അസ്തിത്വത്തിൽ നിന്ന് ആ അസ്തിത്വത്തിന്റെ ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രക്രിയ. തുടർന്ന് പറയുന്നത് വഅൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജ്. അള്ളാഹു പറയുന്നത് 8 ഇനത്തിൽപ്പെട്ട കന്നുകാലികളെ അവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഇവിടെ 8 ഇണകളെ 8 പേയേഴ്സ് എന്ന വിധത്തില് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തെറ്റായ മനസ്സിലാക്കലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അസ്വാജ് എന്നത് സൗജിന്റെ ബഹുവചനാണ്. സൗജ് എന്നതിന് കപ്പിൾ, ഇണ എന്ന അർത്ഥം അറബി ഭാഷയിലുണ്ട്. അതേപോലെ തന്നെ തരം എന്നുണ്ട്. ഇവിടെ തരം എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് സൂക്ഷ്മമായിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കന്നുകാലി ഇനത്തിൽപ്പെട്ട 8 തരങ്ങളെ, 8 തരം അള്ളാഹു നിങ്ങൾക്കായി സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. 8 കപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് ആലോചിക്കുമ്പോൾ 16 കാറ്റഗറിയിൽ വേണം. ആണും പെണ്ണുമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ 16 എണ്ണം വേണം. ഇവിടെ ആ നിലക്കല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 16 തരം എന്ന നിലക്ക് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സബ് കാറ്റഗറീസിനെ വേറെ വേറെ ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. അത്
എന്തായാലും എണ്ണം നിർണയിക്കുന്നത് ഖുർആൻ അതിൽ വ്യക്തമായ ഒരു വിശദീകരണമൊന്നും തരുന്നില്ല. നമ്മളുടെ നിരീക്ഷണത്തിനും വിലയിരുത്തലിനും ഒക്കെ ആയിട്ട് വിട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. സൂറത്തുൽ അൻആമിലും ഈ സമാനമായ ഒരു വിവരണം കാണാൻ കഴിയും. അപ്പൊ 8 അസുവാജായിട്ടുള്ള കന്നുകാലികളെ നിങ്ങൾക്കായി അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ തുടർന്ന് ഭൂമുഖത്ത് മനുഷ്യന് വളരെ അനിവാര്യമായ ചില ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് അള്ളാഹു ഇന്റൻഷണൽ ആയിട്ട് മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന കന്നുകാലി വർഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 ഇനങ്ങളിൽപ്പെട്ട ആടുകൾ, കോലാടും ചെമ്മരിയാടും, അതിന്റെ ആണും പെണ്ണും. അപ്പോ 4 ഇനമായി. പിന്നെ പശുവും കാളയും 6 ആയി. ഒട്ടകം ആണും പെണ്ണും 8 ആയി. ഈ വിധത്തിലാണ് കൺവെൻഷണൽ ആയിട്ട് മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിക്കാറുള്ളത്. 8 ഇനത്തിൽപ്പെട്ട കന്നുകാലികൾ എന്ന്. 8 ഇണകള് എന്നോ 8 പെയേഴ്സോ എന്നോ മനസ്സിലാക്കിയാൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ടേ പോകാൻ കഴിയുള്ളൂ. അസുവാജ് എന്നത് ഖുർആനിൽ പലയിടങ്ങളിലും ഇനം, കാറ്റഗറി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നിട്ട ഭാഗത്ത് തന്നെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പഠനം പൂർത്തിയാക്കിയ സൂറത്ത് സ്വാദിൽ തന്നെ ആ പ്രയോഗം വന്നതായിട്ടാണ് എൻ്റെ ഒരു ധാരണയിലുള്ളത്. പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അസുവാജ് എന്ന പദം കാറ്റഗറീസ് എന്ന അർത്ഥത്തിൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെയും വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 8 വ്യത്യസ്ത കാറ്റഗറീസ് ആയിട്ട് കാണാവുന്ന കന്നുകാലികളെ അവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ച് നിങ്ങൾക്കായി ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. അൻസല ലക്കും മിനൽ അൻആമി. ആ ഇറക്കി തന്നിരിക്കുന്നു എന്ന ആ പ്രയോഗത്തില് ഒരു ഗവേഷണ സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. എപ്പോഴാണ് നമുക്ക് അതിന്റെ കൂടുതൽ സൂചനകൾ വെളിപ്പെടുക എന്ന് പറയാൻ വയ്യ. എന്തായാലും അൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജിൻ. നിങ്ങൾക്കായിട്ട് 8 കാറ്റഗറീസിൽ പെടുന്ന കന്നുകാലികളെ അവൻ ഇറക്കി തന്നിരിക്കുന്നു. അതുപോലെ യഖ്ലുഖുക്കും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിലായിട്ട് അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു. എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഖൽഖം മിൻ ബഅദി ഖൽഖിൻ. ഒരു രൂപഘടന നൽകപ്പെട്ട് അതിനെ തുടർന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന വിധത്തിൽ എന്ന് പറഞ്ഞ വ്യത്യസ്തമായ പരിണാമഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ ഉമ്മയുടെ അല്ലെങ്കിൽ മാതാക്കളുടെ ഉദരങ്ങളിൽ അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു എംബ്രിയോ ഫോം ചെയ്യുന്ന, ഒരു ഭ്രൂണം രൂപപ്പെടുന്ന ആ ഘട്ടം മുതൽ ഗർഭസ്ഥ ശിശു കടന്നു പോകുന്ന വിവിധ രൂപഘടനയുടെ ഘട്ടങ്ങളെയാണ് അല്ലെങ്കിൽ സൃഷ്ടിരൂപങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഉമ്മമാരുടെ ബുദ്ധൂനിലായ കാര്യം, ആ ബുദ്ധൂനില് രൂപകൽപ്പന ചെയ്യപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട ഒരവസ്ഥയെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ സ്റ്റേജസിനെ സൂചിപ്പിക്കുന്ന ഖൽഖം മിൻ ബഅദി ഖൽഖിൻ എന്ന് പറയുന്നത് എത്ര എണ്ണവും ആകാവുന്നതാണ്. അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണത്. എംബ്രിയോ ഫോം ചെയ്തതിന് ശേഷം ദിനം പ്രതി അല്ലെങ്കിൽ ഓരോ നിമിഷം വെച്ചുകൊണ്ട് തന്നെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമം അനുസരിച്ച് അതിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടാണ് കുഞ്ഞു പുറത്തു വരുന്നത്. അത് ഫീ ളുൽമാത്തിൻ സലാസ്, 3 ഇരുട്ടറകളിലായിക്കൊണ്ടാണ് ഈ ശിശുവിന്റെ രൂപമെടുക്കൽ ഉണ്ടാവുന്നത്. ശിശു രൂപപ്പെട്ടു വരുന്നത് 3 പർദ്ദകൾക്കകത്തായിക്കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് തൊട്ടുടനെ ഉള്ളത് ഈ ഭ്രൂണത്തെ ആവരണം ചെയ്തുകൊണ്ടുള്ള ഒരു പാടയാണ്. അത് ശരീരത്തെ ആവരണം ചെയ്തുകൊണ്ട്, കുഞ്ഞിന്റെ ശരീരത്തെ ആവരണം ചെയ്തു ഒരു പൊതിയുന്ന ഒരു പാട, ഒരു ആവരണം. രണ്ടാമത്തത് ഗർഭപാത്രത്തിന്റെ ആവരണം, ഗർഭപാത്രം. മൂന്നാമത്തത് ബത്നിന്റെ, ഉദരത്തിന്റെ ആ ഫ്രെയിം,
ഈ ഓരോ ഇടവും ഇരുട്ടറകൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്യാൻ വേണ്ടിയൊക്കെ വയറ് തുറന്ന് ഇടപെടുമ്പോൾ മാത്രമാണ് അങ്ങോട്ട് പ്രകാശത്തിന് പ്രവേശനം ഉള്ളത്. ഇല്ലെങ്കിൽ വളരെ സുരക്ഷിതമായി ബാഹ്യമായ പ്രകാശരശ്മികളൊന്നും ഏശാത്ത വിധത്തിലുള്ള ഒരു സംരക്ഷണം ഉള്ള ഒരു അള്ളാഹു പ്രത്യേകമായി ക്രമീകരിച്ച് സജ്ജീകരിച്ചുണ്ടാക്കിയിട്ടുള്ള 3 ഇരുട്ടറകൾക്കകത്തായിട്ടാണ് ഈ കുഞ്ഞ് രൂപപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുക്കും, ഇതാകുന്നു നിങ്ങളുടെ റബ്ബ്, ഇതാകുന്നു നിങ്ങളുടെ റബ്ബ്. ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചവനായ അതിമഹത്തരമായ കഴിവുകളുടെ ഉടമയായ ഒരുവനുണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഇതിനേക്കാൾ ഏറെ സ്വന്തം സ്രഷ്ടാവിനെ, റബ്ബിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യനെ ഈ വിധത്തില് തന്റെ റബ്ബുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വിശദീകരണം വിശുദ്ധ ഖുർആൻ അല്ലാതെ വേറെ ഏത് സ്രോതസ്സിലാണ് മനുഷ്യന് ലഭിക്കുക? ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തന്റെ റബ്ബിനെ മനുഷ്യന് പരിചയപ്പെടുത്തുന്നത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, വല്ലാത്തൊരു പ്രയോഗമാണ്. 3 ഘട്ടത്തിലാണ് ഇവിടെ. ദാലികുമുല്ലാഹു റബ്ബുക്കും, ദാലികും എന്നതിൽ നിങ്ങളുണ്ട്, അതാണ് നിങ്ങളുടെ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹു, അതാണ് അള്ളാഹു റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. അപ്പൊ മനുഷ്യന് ഒരു നിലക്കും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ നിന്ന് തന്റെ സ്വത്വത്തെ മുറിച്ചു മാറ്റിയിട്ട് താൻ പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. ആ വിധത്തില് ഭാഷാപരമായിട്ട് കൂടി കൂട്ടിഘടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ പ്രയോഗം. നോക്കൂ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ കഴിയുന്ന ഒരു വിഷയമാണ്. ഹു അല്ലാഹുനോ ദാലിക് അല്ലാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കൺവേ ചെയ്യാവുന്നതാണ്. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങൾ എന്ന ആ സ്വത്വത്തെ അള്ളാഹുവുമായിട്ട് അങ്ങ് ചേർത്ത് തുന്നിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണത്? അള്ളാഹു ഇല്ലെങ്കിൽ നിങ്ങളില്ല, അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ആസൂത്രണം ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്വം എന്നതിന് തന്നെ ഒരു നിലനിൽപ്പില്ല. ഈ കാര്യങ്ങളൊക്കെയും നിർവഹിച്ച ഒരു ശക്തി ഉണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ആർക്ക് നിഷേധിക്കാൻ സാധിക്കും ഇതിനെ? ഏകാന്തതയില് കാരാഗ്രഹത്തിൽ അടക്കപ്പെടുമ്പോ ഒരാളുടെ ചിന്തയിൽ മാറ്റം വരികയാണ്. മുസ്ലിം കുടുംബത്തിലൊക്കെ ജനിച്ച ആള് തന്നെയാണ്, പശ്ചാത്തലമൊക്കെ അതാണെങ്കിലും ദീർഘമായി വൈജ്ഞാനിക അക്കാദമിക ലോകത്തെ സ്വാധീനത്തിന്റെ വലയത്തില് നിരീശ്വരവാദിയായിട്ട് അല്ലെങ്കിൽ നിർമ്മതനായിട്ട് ജീവിച്ച ഒരാള് അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ കാരണമായിട്ട് തടവറയിൽ അടക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഏകാന്തത അദ്ദേഹത്തിൽ സ്വത്വപരമായ ചില ആലോചന ഉണ്ടാക്കുകയാണ്. ആ ആലോചന അദ്ദേഹത്തിന് റബ്ബിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ ഒരു കാര്യം തന്നെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഇവിടെ നിർവഹിക്കുന്നത്. തനിച്ചാകുമ്പോ, കൂട്ടിനാരും ഇല്ലാതെ ഇരിക്കുമ്പോ ആശയങ്ങളോ നിലപാടുകളോ വീക്ഷണങ്ങളോ ഒന്നും പങ്കുവെക്കുന്നത് ഒരാളുമായി ഷെയർ ചെയ്യാന് ഒരാളുമില്ലാത്ത ഏകാന്തതയിൽ കഴിയേണ്ടി വരുമ്പോ മനുഷ്യൻ സ്വന്തം സ്വത്വത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്നത് വളരെ സ്വാഭാവികതയുള്ള ഒരു കാര്യമാണ്. അള്ളാഹു ആ നിലക്ക് മനുഷ്യനൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത തന്റെ കടന്നു വന്ന വഴിയെ അത് തന്നെയാണ് നിന്റെ റബ്ബ് എന്ന നിലക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ. ദാലികുമുല്ലാഹു റബ്ബുക്കും, ലഹുൽ മുൽക്ക്, അവനാണ് അധികാരം, അവനാണ് ഉടമസ്ഥൻ. വേറൊരാൾക്കും അതിന്റെ പേരിൽ അവകാശം പറഞ്ഞു വരാൻ പറ്റൂല കൂട്ടരെ. അതാണ് ഇവിടെ പറയുന്നത്. ലഹുൽ മുൽക്ക്, അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തത്ര മടി? ലഹുൽ മുൽക്ക്, അവനാണ് ഉടമസ്ഥത, അവനാണ് അധികാരം, അവൻ്റെതാണ് ആ സൃഷ്ടിജാലങ്ങളുടെ മേലൊക്കെയുള്ള ആധിപത്യവും നിയന്ത്രണവും ഒക്കെ.
ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനെ കൂടാതെ വേറെ ഒരു ഇലാഹേ ഇല്ല. ഫഅന്നാ തുസ്റഫൂൻ, എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് പിന്നെ നിങ്ങൾ, എങ്ങോട്ടാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്നതാണ് ചോദ്യം. എവിടെ നിന്നാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അപ്പൊ ബാഹ്യമായൊരു ഇടപെടൽ ഉണ്ടായാൽ അല്ലാതെ നിങ്ങളുടെ സ്വതസിദ്ധമായ സ്വത്വപരമായ അടിത്തറയിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരിക്കലും തന്നെ ദൈവബോധത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത് എവിടെ നിന്നാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ മർമ്മപ്രധാനമായ ഒരു ആശയവും. ബാഹ്യമായ പിശാചിന്റെ ഇടപെടലാണ് മനുഷ്യനെ അള്ളാഹുവിനെ നിരാകരിക്കുന്ന തരം ചിന്തയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. പിശാചിന്റെ ഇടപെടൽ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. പിശാചിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് മനുഷ്യൻ തന്റെ റബ്ബിനെ വിസ്മരിക്കുന്നവനും റബ്ബിനെ നിഷേധിക്കുന്നവനും റബ്ബിനെ നിരാകരിക്കുന്നവനും ഒക്കെയായിട്ട് മാറുന്നത് എന്ന ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്രോതസ് ഉണ്ട്. നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നതിന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുന്ന ഒരു സ്രോതസ് ഉണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ആരാണത്? അവനെയാണ് തിരിച്ചറിയേണ്ടത്, അവനെയാണ് കൈയൊഴിയേണ്ടത്. ബാഹ്യമായിട്ട് നിങ്ങളുടെ മേൽ പല സ്വാധീനങ്ങളുമായി വന്ന് അവൻ നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു. മൗലികമായ സ്വത്വപരമായ അവസ്ഥയിൽ തനിച്ച് തങ്ങേണ്ടി വരുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ റബ്ബിനെ നിഷേധിക്കുന്നവനാവുകയില്ല എന്നതാണ് ഇത് നൽകുന്ന സൂചന. നമുക്ക് തുടരാം. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ച ആയത്തതാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ്, ഇൻ തക്ഫുറു, കാര്യം ഇങ്ങനെയൊക്കെ ആയിട്ടും വസ്തുത ഇതാണ് എന്ന് വന്നിട്ടും നിങ്ങൾ നിഷേധികളാവുന്നുവെങ്കിൽ, ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദി കെട്ടവരും നിഷേധിക്കുന്നവരുമാകുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹുവിന് നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കൂട്ടരെ. ഇതാണ് അള്ളാഹു പറയുന്നത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ, അള്ളാഹു നിശ്ചയമായിട്ടും ധന്യനാണ്, നിരാശ്രയനാണ്. അൻകും, നിങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേവനമോ നിങ്ങളുടെ ആരാധനയോ നിങ്ങളുടെ വിധേയത്വമോ ഒന്നും ആശ്രയിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനല്ല അള്ളാഹു. അള്ളാഹുവിനെ നിങ്ങൾക്കാണ് ആവശ്യം, അത് മനസ്സിലാക്കുക. ആവശ്യം വന്നല്ലോ, തടവറയിൽ തനിച്ചായപ്പോ ഒന്ന് അതിജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം എന്ന ബോധം മനുഷ്യനുണ്ടാവുന്നില്ലേ? അതാണ് മനുഷ്യന്റെ ആവശ്യം. മനുഷ്യൻ ആവശ്യക്കാരനാണ്, തടവറയിലൊന്നും പോണ്ട. ജീവിതത്തിന്റെ ഓരോ നിമിഷവും യാഥാർത്ഥ്യബോധമുള്ള ഒരാൾക്ക് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ശരീരത്തിന്റെ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത പ്രായഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് എന്റെ നിലനിൽപ്പ്, എന്റെ പ്രയാണം, എന്റെ ജീവിതവും മരണവും ഒക്കെ എന്ന് മനുഷ്യൻ തിരിച്ചറിയും. അത് തിരിച്ചറിയാൻ ബാഹ്യമായ സ്വാധീനങ്ങളുടെ കെട്ടുപാടുകളെ അറുത്തു മാറ്റുക മാത്രമേ വേണ്ടതുള്ളൂ. മനുഷ്യന്റെ സ്വതന്ത്രമായ പ്രകൃതം അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ളതാണ്. ഇൻ തക്ഫുറു, നിങ്ങൾ അവനെ നിഷേധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അവനെ നന്ദികേടോടുകൂടി കാണുന്നുവെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങളെ തൊട്ട് അള്ളാഹു ധന്യനാണ്, നിരാശ്രയനാണ്. അവന് നിങ്ങളുടെ എന്തെങ്കിലും സേവനം ആവശ്യമുള്ള അവസ്ഥയിലല്ല ഉള്ളത്. അവൻ പൂർണ്ണമായിട്ടും നിരാശ്രയനാണ്. നിങ്ങൾക്ക് അവന് ആവശ്യമുണ്ട്, പക്ഷെ അവന് നിങ്ങളുടെ സേവനം അവന്റെ ആവശ്യത്തിന് വേണ്ടതില്ല. അത് മനസ്സിലാക്കണം. ഇബാദത്ത് ചെയ്യുമ്പോൾ പലരുടെയും ധാരണ ഇതെന്തോ അള്ളാഹുവിന് കാര്യം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. ഒരിക്കലും അല്ല. അത് ഓരോ ആളുകളുടെയും ഊർജവും ശക്തിയും നിലനിൽപ്പും
വിശ്വാസപരമായ ആ അടിത്തറയെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്നത് മനസ്സിലാക്കാൻ ഈമാന്റെ ഒരു തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും സാധിക്കും. അപ്പോ വലാ യർളാ ലി ഇബാദിഹിൽ കുഫർ, എന്നിട്ട് അള്ളാഹു പറയാ തന്റെ അടിയാറുകളുടെ കാര്യത്തില് അവർക്ക് വേണ്ടി അവൻ സത്യനിഷേധം ഇഷ്ടപ്പെടുന്നേയില്ല, തൃപ്തിപ്പെടുന്നേയില്ല. മനുഷ്യന്റെ പ്രകൃതം അവന്റെ ഇബാദിന് ഏറ്റവും ചേരുന്നത് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്ന മനസ്ഥിതിയാണ്. അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്ഥിതിയിലേക്ക് വന്നു നോക്കൂ. അവന്റെ ശരീരവും മനസ്സും ഒരുപോലെ ശാന്തി അടഞ്ഞിട്ടുണ്ടാകും, വളരെ പീസ്ഫുൾ ആയിട്ടുണ്ടാകും. ഏത് കോളിളക്കം ഉണ്ടാവുന്നുണ്ടെങ്കിലും, ഏത് തിരമാലകൾ വന്ന് നമ്മുടെ മുന്നില് തിരമാലകൾ അടിച്ചു വീശുന്നുണ്ടെങ്കിലും, ഏത് കൊടുങ്കാറ്റിൽ അകപ്പെട്ട അവസ്ഥയിലാണെങ്കിലും വലിയ മനസ്സമാധാനം അനുഭവിക്കാൻ അള്ളാഹുവിന് വിധേയപ്പെട്ട ഒരാൾക്ക് സാധിക്കും. മനുഷ്യന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ഒരവസ്ഥയാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത് എന്നതാണ് അള്ളാഹുവിടെ പറയുന്നത്. അള്ളാഹുവിനോട് നിഷേധഭാവം സ്വീകരിക്കുന്ന, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥ തന്റെ ഇബാദുകൾക്ക് ഉണ്ടാവുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? മനുഷ്യന്റെ പ്രകൃതത്തിന്, ഇബാദുകളുടെ പ്രകൃതത്തിന് ഏറ്റവും യോജിച്ചത് അവൻ അല്ലെങ്കിൽ അവർ അള്ളാഹുവില് ഈമാനുള്ളവരും അവനോട് ശുക്ർ കാണിക്കുന്നവരും ആകുമ്പോഴാണ്. അങ്ങനെ ആവുക എന്നതാണ് അവരുടെ പ്രകൃതത്തിനോട് യോജിച്ച ഒരു സംഗതി. മറിച്ച് അള്ളാഹുവിനെ നിഷേധിക്കുകയും അവനോട് നന്ദികേട് കാണിക്കുകയും, ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈമാനും ശുക്രും, അതുപോലെ കുഫറും നന്ദികേടും, ഇത് രണ്ടും പരസ്പര ബന്ധമുള്ള സംഗതികളാണ്. അപ്പോ തന്റെ അടിയാറുകള് കുഫർ കാണിക്കുന്നത്, നിഷേധികളാവുന്നതും നന്ദികെട്ടവരാവുന്നതും അവർക്ക് വേണ്ടി തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി. വലാ യർളാ ലി ഇബാദിഹി, തന്റെ ഇബാദുകൾക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെടുന്നില്ല. അൽ കുഫർ, അവര് നിഷേധത്തിന്റെ ആളുകളായി മാറുന്നത്, നന്ദികെട്ടവരായി മാറുന്നത്. അത് അള്ളാഹുവിന്റെ ഗുണത്തിനു വേണ്ടിയല്ല, അവരുടെ തന്നെ ഗുണത്തിനു വേണ്ടി. വൈൻ തഷ്കുറു, അവര് ശുക്ർ കാണിക്കുന്നവരാകുന്നുവെങ്കിൽ യർദഹു, അവൻ അത് ഇഷ്ടപ്പെടുന്നു, അവൻ അത് തൃപ്തിപ്പെടുന്നു. കാരണം എന്താ? അത് അവർക്ക് വേണ്ടിയാണ്. യർദഹു ലക്കും, അവൻ അത് നിങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെടുന്നു. ഇതാണ് അവൻ പറയുന്നത്. നിങ്ങൾ നന്ദി കാണിക്കുന്നു എങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുന്നു എന്ന അവസ്ഥ നിങ്ങൾക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ശുക്ർ കാണിക്കുന്നതിന്റെ ബെനിഫിഷ്യറി ആരാണ്? അള്ളാഹു ആണോ അതോ നിങ്ങളാണോ? നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങളുടെ പ്രകൃതത്തിന് നിങ്ങളുടെ സകല സംഗതികളുമായിട്ടും യോജിച്ചു പോകുന്ന ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നവരാവുക എന്നതാണ് എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഭാരം ചുമക്കുന്ന, ഭാരം വഹിക്കുന്ന ഒരാളുടെയും ഭാരം മറ്റൊരാള് വഹിക്കുകയില്ല. ഓരോരുത്തരുടെയും പാപഭാരം അവൻ തന്നെ വഹിക്കണം, അല്ലെങ്കിൽ അവള് തന്നെ വഹിക്കണം. അത് മറ്റാരുടെയും ചുമലിൽ വെച്ച് കെട്ടാൻ സാധ്യമല്ല. ഉമ്മ വഹിക്കുക, ഉപ്പ വഹിക്കുക, സഹോദരൻ വഹിക്കുക, സഹോദരി വഹിക്കുക എന്ന വിധത്തിലൊന്നും കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, അതുപോലെ തന്നെ മനുഷ്യൻ സംഘടിതമായിട്ട് ജീവിക്കുന്ന ഒരു സൃഷ്ടിയാണല്ലോ. അവന് എപ്പോഴും ഒരു സംഘത്തിന്റെ ഭാഗമാവുന്നതാണ് തൃപ്തി ഉണ്ടാവുക. അപ്പൊ ഈ സംഘങ്ങൾ, നമ്മൾ ആ സംഘങ്ങളുടെ ഭാഗമാകുമ്പോഴും നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ആലോചന ഉണ്ടാവണം. നമ്മൾ ശരിയായതാണോ ചെയ്യുന്നത് എന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാരം ചുമക്കേണ്ടി വരുമ്പോൾ ആ സംഘടന അല്ലെങ്കിൽ ആ സംഘം നമ്മളുടെ ഭാരം ചുമക്കുകയില്ല എന്നൊരു കാര്യം നമ്മൾ അറിയണം. വലാ തസ്റു വാസിറത്തുൻ, ഒരു വാസിറത്തും, വാസിറത്ത് എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്നവൾ എന്നാണ് അർത്ഥം. ഭാരം ചുമക്കുന്ന ഒരുവളും ഭാരം ചുമക്കുന്നില്ല. വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ ഭാരം. ഒരു ഗർഭസ്ഥ ശിശു വയറ്റിലുള്ള ഒരു സ്ത്രീ, ഗർഭിണിയായ ഒരു സ്ത്രീ ഭാരം ചുമക്കുന്നു എന്ന പോലെയല്ല. കർമ്മങ്ങളുടെ ഭാരമുണ്ട്, ഓരോരുത്തരുടെയും നന്മ തിന്മകളായിട്ടുള്ള കർമ്മങ്ങൾ. അതിന്റെ ഭാണ്ഡം പേറുന്ന, അതിന്റെ ആ ഭാരം പേറുന്നത് ഓരോരുത്തരും സ്വന്തം കർമ്മങ്ങളുടേതാണ്.
അത് മറ്റൊരാൾ പേറുകയില്ല. സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പൊ എല്ലാവർക്കും നൽകപ്പെട്ട അവസരമാണ്. എല്ലാവർക്കും ശുക്ർ ചെയ്യാൻ അല്ലെങ്കിൽ കുഫ്ർ ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു. ഒരാളുടെയും കർമ്മഭാണ്ഡം മറ്റൊരാൾ ചുമക്കുന്നതല്ല, മടക്കം അള്ളാഹുവിലേക്കാണ് താനും. ഫയുനബ്ബിഉക്കും, അപ്പൊ എല്ലാ രഹസ്യങ്ങളും അവൻ വെളിപ്പെടുത്തി തരും. ഇന്നറിയാത്ത, ഇന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പോയി വന്നിട്ടില്ലല്ലോ, അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ പാരത്രിക ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട്. എല്ലാവർക്കും അള്ളാഹു ഈ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളൊക്കെയും അവൻ വെളിപ്പെടുത്തി കൊടുക്കും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മകാര്യങ്ങളുമായി, നിങ്ങളുടെ അഅ്മാലുകളുമായി ബന്ധപ്പെട്ട സകല സംഗതികളും അതിലെല്ലാം പെടും. അതില് നിങ്ങൾ ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം, ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം, അതിന് നിങ്ങളെ പ്രേരിപ്പിച്ച മനോഘടന തുടങ്ങിയിട്ടുള്ള, അതിന് നിങ്ങൾക്ക് പ്രേരണയായിട്ടുള്ള നിങ്ങളുടെ താല്പര്യങ്ങള്, ഈ വക സംഗതികളൊക്കെ നിങ്ങളുടെ സകല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഏറ്റവും നിഗൂഢമായ, ഏറ്റവും സൂക്ഷ്മമായ തലങ്ങൾ വരെ അള്ളാഹു നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ വെളിപ്പെടുത്തി തരും. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹുവിന് അതിന് യാതൊരു പ്രയാസവും ഇല്ല. കാരണം എന്താ? ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ് അവൻ. ഹൃദയാന്തരാളങ്ങളിൽ അതീവ രഹസ്യമായി ഒരാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വരെ അവൻ അറിയാം. ഇന്നഹു അലീമുൻ, അവൻ അലീമാണ്. ഏത് കാര്യത്തിലാണ്? ബിദാത്തി സുദൂർ, സുദൂറിനകത്തുള്ളതിനെ കുറിച്ച്. സുദൂർ എന്ന് പറഞ്ഞാൽ സദറിന്റെ ബഹുവചനാണ്, നെഞ്ചുകളാണ്. നെഞ്ചകങ്ങളിലുള്ള അതിനിഗൂഢമായ കാര്യങ്ങൾ വരെ അവൻ സൂക്ഷ്മമായി അറിയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മോട്ടിവേഷൻ, പ്രവർത്തനം മാത്രമല്ല, പ്രവർത്തനങ്ങളുടെ പുറകിലുള്ള മോട്ടിവേഷൻ എന്താണെന്ന് വരെ അവൻ വെളിപ്പെടുത്തി തരും ആ ഘട്ടത്തിൽ. അത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ വിലയിരുത്താനും നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിശ്ചയിക്കാനും പോകുന്നത്. അത് ഉൾക്കൊള്ളാൻ വേണ്ട സകല സൂചനകളും അവനിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവൻ അദൃശ്യതയിൽ നിലക്കൊള്ളുന്നത്. ആ അദൃശ്യതയിൽ നിലക്കൊള്ളുന്ന അവസ്ഥയിൽ ആ റബ്ബിനെ ഈ സൂചനകളെ വായിച്ചുകൊണ്ട് ഉൾക്കൊള്ളാനും അവനോട് പ്രതിബദ്ധത കാണിക്കുന്നവരായി മാറാനും ആർക്കാണോ സാധിക്കുന്നത് അവരാണ് വിജയികൾ. അതിന് കൂട്ടാക്കാതിരിക്കുന്ന, നന്ദികേടിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് പരാജിതരാകാൻ പോകുന്നത്. ഇനി ആർക്കാണ് ഇതിന്റെ ഗുണം എന്ന കാര്യവും ഇവിടെ വ്യക്തമാക്കപ്പെട്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസവും ശുക്രുമുള്ള അവസ്ഥയാണ്, ഈമാനും ശുക്രുമുള്ള അവസ്ഥയാണ്. നിങ്ങൾക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെടാതിരിക്കുന്നത് നിങ്ങളുടെ നിഷേധത്തിന്റെയും നന്ദികേടിന്റെയും അവസ്ഥയാണ്. അത് അവന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങളുടെ പ്രകൃതം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബോധമണ്ഡലം, ഇതൊക്കെ ശാന്തമാകുന്നത് അള്ളാഹുവിലുള്ള ഈമാനിലും അവനോടുള്ള ശുക്റിലുമാണ് എന്നതാണ് പച്ച പരമാർത്ഥം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.